ഹായ് ഫ്രണ്ട്സ്, ഡേ 6 ഓഫ് സ്റ്റാർട്ടിങ് അഫിനിറ്റി സ്യൂട്ട്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക്കലിൻ്റെ ആണെങ്കിലും പ്ലംബിങ്ങിൻ്റെ ആണെങ്കിലും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡിലുള്ള നല്ല സാധനങ്ങൾ നോക്കിയെടുക്കുക. അതിൽ ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യരുത്. കാരണം ഇതൊക്കെ വർഷങ്ങളോളം നിങ്ങളുടെ ബിൽഡിങ്ങിൽ കിടക്കേണ്ട സാധനങ്ങളാണ്. അങ്ങനെ നല്ല ബ്രാൻഡ് നോക്കി നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നോക്കിയപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിലൊന്നും യാതൊരുവിധ പ്രശ്നമില്ലാണ്ട് വർഷങ്ങളോളം അത് നിലനിൽക്കും. നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കാണെങ്കിലും പ്ലംബിംഗ് വർക്കാണെങ്കിലും ചിപ്പ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ ഭിത്തിയുടെ ഉള്ളിൽ കൂടെയാണല്ലോ ഇതെല്ലാം വിടുന്നത്. ഇത് വിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലാസ്റ്ററിംഗ് വർക്കാണ്. പ്ലാസ്റ്ററിംഗ് വർക്കിന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലാസ്റ്റർ ചെയ്യേണ്ട പീ സാൻഡ് തന്നെ എടുക്കുക. പീ സാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും തേപ്പിനുള്ള പ്രത്യേകം ആയിട്ടുള്ള മണലാണ് പീ സാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അത് രണ്ട് രീതിയിലുള്ള സാൻഡ് നമുക്ക് അവൈലബിൾ ആണ്, എം സാൻഡും പീ സാൻഡും. അപ്പോൾ തേപ്പിന് തന്നെയുള്ള പ്രത്യേകമായിട്ടുള്ള മണൽ എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് തേപ്പിന് വേസ്റ്റേജ് കുറവായിരിക്കും, തേപ്പിനെടുക്കുന്ന മണലിന് വേസ്റ്റേജ് കുറവായിരിക്കും, നല്ല ഫിനിഷിംഗ് ഉണ്ടാകുകയും ചെയ്യും. നമ്മുടെ പ്ലാസ്റ്ററിംഗ് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും നമ്മുടെ അടുത്ത വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് സീലിംഗ് വേണമെങ്കിൽ ഓപ്ഷനായിട്ട് പ്ലാസ്റ്റർ ചെയ്താൽ മതി. ചില ആളുകൾ സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യും, പക്ഷേ നമുക്ക് സീല് ചെയ്യുകയാണ്, ഇപ്പോൾ ജിപ്സം സീലിംഗ് അങ്ങനെ വേറെ എന്തെങ്കിലും ടൈപ്പ് സീലിങ്ങുകൾ ചെയ്യുകയാണെങ്കിൽ സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും.